കഴിഞ്ഞ ദിവസം നമ്മുടെ ആകെ ഞെട്ടിച്ചൊരു വാർത്ത കൂടിയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിംഗ്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ല. കുഞ്ഞിന്റെ കരച്ചിലൊക്കെ സാക്ഷിയുള്ള ഒരാൾക്കും അത് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്നും ആയില്ല. കാരണം അത്രമാത്രം ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ക്രൂരതയ്ക്ക് അവരെ ഉപയോഗിച്ച തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തിട്ട് കോമ്പസ്, ഡമ്പൽ, അതൊക്കെ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങൾ കാണായിരുന്നു. നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ബ്ലർ ചെയ്ത വിഷ്വൽ ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും ആ ദൃശ്യം കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ആ ദൃശ്യങ്ങളൊക്കെ വലിയ ക്രൂരതയാണ് അവരോട് ചെയ്തത്. കാരണം ഒന്ന് കുത്തി മുറിവേൽപ്പിക്കുക, ആ മുറിവുകളിൽ അവർ നിലവിളിക്കുമ്പോൾ ലോഷൻ ഒഴിക്കുക, അത് കണ്ട് ലോഷൻ ഒഴിച്ചു കൊടുക്കുക. നോക്കൂ, എത്ര നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ, നമ്മൾ മാലാഖകൾ എന്ന് പറയുന്ന നഴ്സിംഗ് ആവേണ്ട വിദ്യാർത്ഥികളാണ്. ചെല്ലുമ്പോൾ നമ്മളെ ചികിത്സിക്കാൻ വരേണ്ട മനുഷ്യരാണ് ഈ പറയുന്ന ക്രൂരത കാണിച്ചിരിക്കുന്നത്. എങ്ങനെ വിശ്വസിച്ച് നമ്മൾ പോകും? മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താണ്, നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ്, ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചിന്തിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഗഹനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയതാണ് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് ഇതിന്റെ ഇടയിൽ കൂടി. ഏതായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തിരിക്കുന്നു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ പരാതി കുട്ടികൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പരാതി ലഭിച്ച അന്ന് തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നു. കൃത്യമായ പോലീസിന്റെ അന്വേഷണ മികവ് കാണിച്ച ഒരു സംഭവം കൂടിയായിരുന്നു കോട്ടയത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലും അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡൻ സസ്പെൻഡ് ചെയ്തിരുന്നു. കാരണം ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് ഒരു നിരുത്തരവാദപരമായ ഒരു ഇടപെടൽ ഉണ്ടായി. കുട്ടികൾക്ക് പരാതി ഇല്ലെങ്കിൽ പോലും തന്റെ കോളേജിൽ, തന്റെ കലാലയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു പ്രിൻസിപ്പൽ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. നമുക്ക് സനോജ് ഉണ്ട്. ശരി, ഓക്കെ, സനോജിനോട് ചോദിക്കാം. ഏതായാലും ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. സർക്കാർ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, പോലീസ് ആ രീതിയിൽ അന്വേഷിക്കുന്നു. സനോജ് ഗുഡ് മോർണിംഗ് പറയുന്നില്ല, കാരണം ശുഭദിനം പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ട ഒരു വാർത്തയല്ല സനോജ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇപ്പോൾ തൊണ്ടി മുതൽ ഈ കുട്ടികളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കോമ്പസ്, ഡമ്പലൊക്കെ കണ്ടെടുത്തിരിക്കുന്നു എന്നറിയുന്നു. ഒപ്പം തന്നെ കൂടുതൽ കുട്ടികൾ പരാതികളുമായി രംഗത്തേക്ക് വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു പരാതി കൊടുത്തപ്പോൾ അതിലുണ്ടായ നടപടികൾ കുട്ടികൾക്കൊരു ആത്മവിശ്വാസവും അവർക്കൊരു പിന്തുണയും ഒക്കെ ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും മനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എല്ലാ തലത്തിലും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു. എങ്കിലും ഈ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിനെ അത്രത്തോളം ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിന്റെ ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വീണ ജോർജ് ചുമതലപ്പെടുത്തിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ, വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളെ 3 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻഡ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറയപ്പെടുന്നത്, വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നുള്ള കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് ഈ അന്വേഷണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ തൊണ്ടി മുതൽ കണ്ടെത്തിയത്. അതൊക്കെ ഈ കേസിൽ നിർണായകമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിയുടെ ദേഹത്ത് കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കോമ്പസ്, വയറിൽ വട്ടം വരച്ച കോമ്പസ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജനനേന്ദ്രിയത്തിൽ തൂക്കിയ ഡമ്പൽ, അതായത് ഈ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഡമ്പൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരം വസ്തുക്കൾ, ഒപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ലോഷൻ, വിദ്യാർത്ഥികളെ കണ്ണിൽ ഒഴിക്കാൻ ഉപയോഗിച്ച ലോഷൻ, അതിന്റെ കുപ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ടത്, ഈ ആദ്യം ഈ പരാതി നൽകിയത് ഈ പീഡനത്തിനിരയായ വിദ്യാർത്ഥി മാത്രമായിരുന്നു. മറ്റു വിദ്യാർത്ഥികൾ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഭയം കൊണ്ടാണ് തങ്ങൾ പരാതി നൽകാഞ്ഞത് എന്നാണ് പോലീസിനോട് ഇവർ നൽകിയിട്ടുള്ള മൊഴി. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ, റാഗിങ് ചെയ്ത വിദ്യാർത്ഥികൾ, പ്രതികളായിട്ടുള്ള 5 പേർ റിമാൻഡിലാണ്. ഈ സാഹചര്യത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 വിദ്യാർത്ഥികൾ കൂടി പുതുതായി പരാതി നൽകാൻ പോലീസിന്റെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മൊഴിയെടുക്കൽ ഇന്നും തുടരും. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ തീരുമാനം. മനു.
ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൂടുതൽ പരാതികൾ വരുന്നു, ഒപ്പം തന്നെ തൊണ്ടിമുതലുകൾ കണ്ടെടുത്തിരിക്കുന്നു. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്നതാണ് ഇതിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പുതിയ പറയാനുള്ളത്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ബിജു എഴുതുന്നൊരു കാര്യമുണ്ട്. പ്രതികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകണം എന്നത് തന്നെയാണ്. അത് ബിജുവിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അവർക്ക് ഏറ്റവും കിട്ടാവുന്ന, നിയമപരമായി കിട്ടാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ. ഇനി മേലിൽ റാഗിംഗ് എന്ന് പോയിട്ട് റാ എന്ന് പോലും പറയാൻ ഇവന്മാർ ധൈര്യപ്പെടരുത്. അതിനുള്ള ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്.